പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർ തിങ്കിങ് നിർത്താൻ വെറും 5 മിനിറ്റ് മതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ ചിലരെങ്കിലും ചോദിച്ചേക്കാം, എന്താണ് ഓവർ തിങ്കിങ്? നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് മണിക്കൂറുകളോളം ഒരേ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, നാളെ എന്ത് സംഭവിക്കും? ഞാൻ തോറ്റുപോയാലോ? അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? നമ്മുടെ ശരീരം കട്ടിലിൽ കിടക്കുകയാണ്, പക്ഷെ നമ്മുടെ മനസ്സോ 100 കണക്കിന് കിലോമീറ്റർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് ഓവർ തിങ്കിങ്, അമിത ചിന്ത. ഇതൊരു ശീലം മാത്രമല്ല, ഇത് സന്തോഷം മോഷ്ടിക്കുന്ന ഒരു കള്ളനാണ്. ഇത് നമ്മുടെ ഉറക്കം നശിപ്പിക്കും, ആത്മവിശ്വാസം ഇല്ലാതാക്കും, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതായി പോകും. നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ വേദന നൽകുന്നത് പ്രശ്നമല്ല, അത് സംബന്ധിച്ച നമ്മുടെ ചിന്തകളാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ലളിതമായ ഒരു 5 മിനിറ്റ് ടെക്നിക്കാണ്. ഇത് ആയിരക്കണക്കിന് ആളുകളെ അമിത ചിന്തയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയണ്ടേ? അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഫ്രീ ക്ലാസ്സുകളും ഇൻഫർമേഷൻസും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓവർ തിങ്കിങ്ങിന് പുറത്ത് കിടക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചിന്തിക്കുന്നത് ഒരു പ്രശ്നമാണോ? അല്ല, ചിന്തിക്കാതെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ ഓവർ തിങ്കിങ് എന്നത് ഒരു കാര്യത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത്, നമ്മുടെ മൃഗങ്ങളൊക്കെ അയവിറക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു സംഭവത്തെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സംഭവം കഴിഞ്ഞു, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അത് 100 തവണ നടക്കുന്നു. ഒരാൾ ഒരു വാക്ക് പറഞ്ഞു, അത് 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ബ്രെയിനിൽ ആ വാക്ക് തന്നെ പറഞ്ഞിട്ട് അത് അങ്ങനെ പറഞ്ഞല്ലോ എന്നാലും എന്നുള്ള രീതിയിൽ നിങ്ങൾ വീണ്ടും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. റിപ്പീറ്റഡ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കുക. ഇത് ചിന്തയല്ല, ഇതിനാണ് നമ്മൾ ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ അത് നമുക്ക് മാനസിക ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരു കഥ പറയട്ടെ. ഒരു സന്യാസിയുടെ അടുത്ത് ഒരു യുവാവ് വന്നു. അവൻ പറഞ്ഞു, പ്രഭു, എൻ്റെ മനസ്സ് ഒരിക്കലും ശാന്തമാകുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി പറഞ്ഞു, തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്, നീ പോയി എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. യുവാവ് നേരെ പുഴക്കരയിലേക്ക് പോയി. അപ്പോൾ എന്തിനായിരിക്കും അദ്ദേഹം എന്നെ പുഴക്കരയിലേക്ക് വിട്ടതെന്ന് മനസ്സിൽ ചിന്തിച്ചെങ്കിലും അവൻ കുടം കൊണ്ടുപോയി വെള്ളം എടുക്കാൻ പോയി. പക്ഷെ അവിടെ മൃഗങ്ങളെല്ലാം വന്ന് വെള്ളം കുടിച്ചതുകൊണ്ട് അവിടെ കലങ്ങി മറഞ്ഞു കിടന്നിട്ട് വെള്ളം മലിനമായിരുന്നു. അവൻ നേരെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പ്രഭു, പുഴ മുഴുവൻ മലിനമാണ്, അതുകൊണ്ട് എനിക്ക് വെള്ളം എടുക്കാൻ പറ്റില്ല, അത് കുടിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, ഓക്കെ, നീ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൻ വീണ്ടും പുഴക്കരയിൽ ചെന്ന് അവിടെ വെയിറ്റ് ചെയ്തു. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെല്ലെ വെള്ളം തെളിയാൻ തുടങ്ങി. വെള്ളം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ കുടത്തിൽ വെള്ളം എടുത്തുകൊണ്ട് സന്യാസിയുടെ അടുത്ത് വന്നു. അപ്പൊ സന്യാസി ചോദിച്ചു, ഇപ്പൊ നിനക്ക് വെള്ളം കിട്ടിയോ? അവൻ മറുപടി പറഞ്ഞു, ഉവ്വ്, ഇപ്പൊ വെള്ളം തെളിഞ്ഞു എന്ന് പറഞ്ഞു. സന്യാസി വീണ്ടും അവനെ പുഴക്കരയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം അവനെയും കൂട്ടി പുഴയിലേക്ക് ഇറങ്ങി. കാലുകൊണ്ടും കൈകൊണ്ടും അദ്ദേഹം അടിത്തട്ടിൽ നിന്ന് ഇളക്കി മറിച്ചു. വീണ്ടും വെള്ളം മലിനമായി. അപ്പോൾ സന്യാസി അവനോട് ചോദിച്ചു, ഇപ്പൊ നിനക്കത് കുടിക്കാമോ? അവൻ പറഞ്ഞു, ഇല്ല, വെള്ളം മലിനമാണ്. അപ്പൊ സന്യാസി പറഞ്ഞു, അല്പനേരം കാത്തിരിക്കാൻ പറഞ്ഞ് അവരെ കരയിൽ കയറി വീണ്ടും കാത്തിരുന്നു. മണ്ണ് താഴെ അടിഞ്ഞു, വെള്ളം തെളിഞ്ഞു. അപ്പൊ സന്യാസി അവനോട് പറഞ്ഞു, നിന്റെ മനസ്സും ഇതുപോലെയാണ്. ഓരോ ചിന്തയെയും ഇളക്കിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും തെളിയില്ല. ചിലപ്പോൾ മനസ്സിനെ വെറുതെ വിടണം, ശാന്തമായിരിക്കാൻ അനുവദിക്കണം. അപ്പോഴാണ് അവിടെ തെളിഞ്ഞു വരുള്ളൂ. ഇനി നമ്മൾ ഓവർ തിങ്ക് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം, നമ്മൾ ഭാവിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. രണ്ടാമത്തെ കാരണം, നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും. മൂന്നാമത്തെ കാരണം, നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ഭയക്കുന്നു. നാലാമത്തെ കാരണം, തെറ്റുകൾ സംഭവിക്കുമോ എന്ന ഭയം. സത്യം എന്താ? ഈ ലോകത്തിലെ ഏറ്റവും വിജയിച്ച ആളുകൾക്കും ഭാവി അറിയില്ല. അവര് പ്രവർത്തിക്കുന്നു, പക്ഷെ നമ്മൾ ചിന്തിച്ചോണ്ടേയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടേയിരിക്കുന്നതെന്ന്? ഇനി നമുക്ക് 5 മിനിറ്റ് ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ചിന്തകൾ കാട് കയറുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയാ, സ്വയം നമ്മളോട് തന്നെ പറയണം, സ്റ്റോപ്പ്, നിർത്ത്. വലിയ ശബ്ദത്തിൽ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം, കാരണം മനസ്സിനൊരു ബ്രേക്ക് വേണം. 1-ാമത്തെ മിനിറ്റിൽ നമ്മൾ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഇനി 2-ാമത്തെ മിനിറ്റിൽ ചെയ്യേണ്ടത് 4 സെക്കൻഡ് നമ്മൾ ശ്വസിക്കുക.
അതായത് ബ്രെത്ത് ഉള്ളിലേക്ക് എടുക്കുക. ആ ബ്രെത്ത് ഉള്ളിലേക്ക് എടുക്കുന്നത് 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ട് ബ്രെത്ത് ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ബ്രെത്ത് ഉള്ളിൽ എടുത്തതിന് ശേഷം 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ നമ്മൾ ബ്രെത്ത് ഉള്ളിൽ വെച്ചോണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ട് മനസ്സിൽ കൗണ്ട് ചെയ്യുക. 1 2 3 4. ഇനി അടുത്തത് ശ്വാസം പുറത്തേക്ക് വിടലാണ്. അത് നമ്മൾ 6 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടണം. 1 2 3 4 5 6 ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ ശരീരം സുരക്ഷിതമാണെന്നൊരു സന്ദേശം അപ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ലഭിക്കും. ഇനി അടുത്ത 3-ാമത്തെ മിനിറ്റ് നിങ്ങളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്തകളെല്ലാം നിങ്ങൾ എഴുതുക. തലച്ചോറിൽ നിന്ന് ആ പേപ്പറിലേക്ക് നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. ഇനി 4-ാമത്തെ മിനിറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു പേപ്പർ തന്നെ എടുക്കുക. അതിനകത്ത് 2 കോളം വരയ്ക്കുക. ഒരു കോളത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ എന്ന ഹെഡിങ് കൊടുക്കുക. അടുത്ത ഹെഡിങ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ആ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ ആ കോളത്തിൽ എഴുതുക. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ 2-ാമത്തെ കോളത്തിൽ എഴുതുക. ഉദാഹരണത്തിന്, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ ലിസ്റ്റിന്റെ താഴെ എന്റെ പ്രവൃത്തി എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമല്ലേ, എന്റെ പ്രതികരണം, എങ്ങനെ ഒരു സംഭവത്തോട് പ്രതികരിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, എന്റെ പരിശ്രമം ഞാനാ ചെയ്യുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്, അതെല്ലാം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമല്ലേ. ഇനി എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പുറത്തെ കോളത്തിൽ വരുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായം, അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ, എന്റെ ഭാവി എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ, കാലാവസ്ഥ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ, പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞു പോയി, ഇനി എനിക്കത് നിയന്ത്രിക്കാൻ പറ്റുമോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അത്ഭുതം മനസ്സിലാവും. നിങ്ങളുടെ ആശങ്കകളിൽ പലതും 2-ാമത്തെ കോളത്തിലാണെന്ന് മനസ്സിലാവും. അടുത്തത് 5-ാമത്തെ മിനിറ്റ്. 5-ാമത്തെ മിനിറ്റ് ആക്ഷന്റെ സമയമാണ്. അപ്പൊ നിങ്ങൾ പേപ്പറിൽ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്തൊക്കെയാണ്, പിന്നെ നിങ്ങൾ അതിനു മുന്നേ എഴുതിയതിൽ നിങ്ങളുടെ തലച്ചോറിൽ എന്തൊക്കെയാണ് കിടന്ന് പ്രവർത്തിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് ആശങ്കകൾ അഭിമുഖീകരിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഈ നിമിഷത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആശങ്കകൾ, ഇതിനകത്ത് ഒരെണ്ണം എടുക്കുക. അതിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയൊരു കാര്യം എന്താണെന്ന് ചോദിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരാളുമായിട്ടൊരു വിഷമമുണ്ട്, പക്ഷെ അയാളെ വിളിക്കണം ഞാൻ വിചാരിച്ചിട്ട് വിളിച്ചിട്ടില്ല. വിളിച്ചു നോക്കുക. ചിലപ്പോൾ ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ എനിക്ക് ചിലപ്പോൾ ഇളവ് കിട്ടിയേക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കും. ഈ അപേക്ഷ എഴുതിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരാളോടൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ, പക്ഷെ സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ തീരുമാനം എടുക്കുക. ഫോൺ കോൾ ചെയ്യാനാണെങ്കിൽ ആ ഫോൺ കോൾ അപ്പൊ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ എഴുതാനുള്ളതാണെങ്കിൽ എന്താണ് എഴുതാനുള്ള, ഒരു അപേക്ഷയാണെങ്കിൽ അത് എഴുതി തീർക്കുക. ഒരു കോൺവെർസേഷൻ, ഒരാളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ അത് അപ്പം തന്നെ നടത്തുക. കാരണം പ്രവൃത്തി നമ്മുടെ ഭയത്തെ കുറയ്ക്കും. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ആക്ഷൻസ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അപ്പൊ തന്നെ അത് ചെയ്തു തീർക്കുക. ഇത് നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പായിട്ട് എടുക്കാനുള്ള ആക്ഷൻസ് പെട്ടെന്ന് എടുക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതിൽ 90% കാര്യങ്ങളും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവയെക്കുറിച്ച് നിങ്ങൾ 100 കണക്കിന് മണിക്കൂറുകൾ ചെലവഴിച്ചു. അങ്ങനെ സംഭവിച്ചാലോ എന്നുള്ളത്. ഇന്നു മുതൽ നമുക്കത് മാറ്റാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാനൊരു ചലഞ്ചിന് ക്ഷണിക്കുകയാണ്. അടുത്ത 7 ദിവസത്തേക്ക് നിങ്ങൾ ഓവർ തിങ്കിങ് ആരംഭിക്കുമ്പോഴെല്ലാം ഈ 5 മിനിറ്റ് ടെക്നിക്ക് ഉപയോഗിക്കില്ലേ? ഓർക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ സ്റ്റോപ്പ് എന്ന് പറയാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്വാസം
5 പ്രാവശ്യം ശ്വാസം എടുക്കേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ബ്രെയിനിൽ വരുന്ന കാര്യങ്ങളെല്ലാം എഴുതുക, തലച്ചോറിൽ നിന്ന് അതിനെ പേപ്പറിലേക്ക് മാറ്റുക. പിന്നെ നിയന്ത്രിക്കാനാകുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളെ നിങ്ങൾ തരംതിരിക്കുക. എഴുതിയതിൽ നിന്നാവാം നിങ്ങളുടെ ബ്രെയിനിൽ വരുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ തരംതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ പ്രവൃത്തി അപ്പോൾ തന്നെ ചെയ്യുക. ഓർക്കുക, ഓവർ തിങ്കിങ് ഒരിക്കലും പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. പ്രവൃത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. നിങ്ങളുടെ മനസ്സൊരു നല്ല സേവകനാണ് എപ്പോഴും, പക്ഷെ ഒരു മോശം യജമാനനുമാണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക, അത് നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ ഇന്നു മുതൽ എല്ലാവരും ഒരു പുതിയ ജീവിതം തുടങ്ങുക. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം സത്യമല്ല, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.